ചെറുപ്പത്തിൽ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട അസ്മ വളർന്നത് മൂത്താപ്പയുടെ വീട്ടിലാണ്. മൂത്താപ്പ പാവമാണെങ്കിലും ഭാര്യ ഷമീറയുടെ മുന്നിൽ അയാളുടെ വാക്കിന് വിലയില്ലായിരുന്നു. 80 വയസ്സുള്ള വൃദ്ധനോട് കല്യാണം കഴിപ്പിക്കുന്നതിന് പിന്നിലും മൂത്തമ്മയുടെ ബുദ്ധിയാണ്. എന്റെ കഷ്ടപ്പാടൊക്കെ തീരാനേ അള്ളാഹു ഒരു വഴി കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വലിയൊരു പണക്കാരുണ്ട്, മുസ്തഫാജി. എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. എനിക്ക് സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ തറവാട്ടിലെ മരുമകളായി എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. എന്താ മുത്തപ്പങ്ങളീ പറയണേ? എന്തെങ്ങളീ പറയണേ? എന്റെ പ്രായം നിങ്ങൾക്ക് അറിയില്ല മുത്തപ്പ. മുത്തപ്പ, എനിക്ക് പഠിച്ച് ഒരു ജോലി വാങ്ങണം. എന്റെ ബാപ്പാന്റെ ആഗ്രഹമൊക്കെ പിന്നെ ഞാൻ എങ്ങനെ പൂർത്തിയാക്കുക? പിന്നെ ആ മുസ്തഫാജിക്ക് എന്റെ ഉപ്പാന്റെ പ്രായല്ലേ മുത്തപ്പ? 80 വയസ്സുള്ളൊരു ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ മുത്തപ്പ ജീവിക്കുക? മുത്തപ്പ പറഞ്ഞേക്കല്ലേ മുത്തപ്പ, അങ്ങനത്തെ ഒരാളോട് എന്നോട് കല്യാണം കഴിപ്പിക്കല്ലേ. 80 വയസ്സായ ഒരാളോട് എന്നെ കല്യാണം കഴിപ്പിക്കല്ലേ മുത്തപ്പ. അന്നെ ഈ നല്ല പ്രായത്തിലെ വലിയ തറവാട്ടിക്ക് കെട്ടിച്ചയക്കുന്നത് അന്റെ നന്മക്കും വേണ്ടിട്ടാ. ഈ കാലത്തെ പണല്ലാതെ ജീവിച്ചിട്ട് എന്താ കാര്യം? മുസ്തഫാജിയെ മഹറായി വലിയൊരു തുകയെ ഇങ്ങോട്ട് തരാന്നാ പറഞ്ഞത്. ആ പൈസ കിട്ടിയാലേ അന്റെ മൂത്താപ്പാന്റെ കടൊക്കെ വീട്ടിൽ കൂടെ. വിജയ്, നന്ദികേട് കാണിക്കരുത് കേട്ടോ. ഷമീറ, ഉസ്മാനാജി വലിയ പണക്കാരനാണെന്ന് എനിക്കറിയില്ലേ? പിന്നെ അയാളെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാ. മക്കളാണെങ്കിൽ അയാൾക്കില്ല. ഇപ്പം അയാളൊരിതെന്താ വെച്ചാൽ കൂട്ടിന് വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ വേണം, അത്രേ ഉള്ളൂ. ഈ ഓളോട് നല്ലോണം പറഞ്ഞാൽ സമ്മതിപ്പിച്ചൂട്. എന്നാൽ പിന്നെ ആസ്മ മുസ്തഫാജിനെ കല്യാണം കഴിച്ചാൽ നിങ്ങൾ കഴിച്ചിലാവൂലേ? എന്നാ ശരി. ഈ കല്യാണം എന്തായാലും നടത്തണം. അയാൾക്കെന്തോ വലിയ അസുഖമാണ്. അധിക കാലമൊന്നും അയാളുണ്ടാവൂല. പിന്നെ അയാളെ സ്വത്തെല്ലാം അസ്മക്ക് കിട്ടും. പിന്നെ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാം. നിങ്ങൾ പറഞ്ഞ തുക ഇതാ. ഇനി എന്റെ ഭർത്താവിന്റെ കൂടെ അന്റെ വീട്ടിക്ക് പോയിക്കോ. ഇനി ഞങ്ങളെ ശല്യപ്പെടുത്താനൊന്നും നീ നിൽക്കണ്ട കേട്ടോ. ഇംഗ്ലീഷ് മരുന്നിൻ്റെ മണാണത് ഈ റൂം മൊത്തം. ഞാൻ വെള്ളം കൊണ്ടുവരാം കേട്ടോ. മോളെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് ചെയ്തത് ഒരു വലിയ അനീതിയാണ്. നിന്റെ ഈ പ്രായത്തിൽ നിനക്ക് നല്ല ആലോചന വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഒറ്റക്കായി മോളെ. എനിക്കൊരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ സ്നേഹിക്കാൻ ഇപ്പം എനിക്ക് ആരുമില്ല. എനിക്കൊരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷെ സ്നേഹിക്കാൻ പറ്റിയ ആരും അതിലില്ല. അവർക്കൊക്കെ എൻ്റെ പണമാണ് ആവശ്യം. മരിക്കുമ്പോഴൊന്ന് കൂട്ടിനിരിക്കാൻ, ഒരിത്തിരി വെള്ളം തരാൻ എനിക്കൊരാളെ വേണമായിരുന്നു.
നിന്നെ ഞാനൊരു ഭാര്യയായല്ല കൊണ്ടുവന്ന് ഒരു മകളെ പോലെയാണ് എനിക്ക് നീ. എൻ്റെ അവസാന ശ്വാസം വരെ നിന്റെ ഈ തണൽ എനിക്ക് വേണോ? അതിന് പകരമായി എൻ്റെ എല്ലാ സ്വത്തിൻ്റെ അവകാശം നിന്നെയാക്കും. പാവം, എന്നെ പണത്തിന് വേണ്ടി വിറ്റ സ്വന്തം ബന്ധുക്കളെക്കാളും മാന്യനാണ് ഈ മനുഷ്യൻ. നിങ്ങളിപ്പോൾ എൻ്റെ ഭർത്താവാണ്. നിങ്ങൾ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. അള്ളാഹുവാണ് എന്നെ ഇവിടെ എത്തിച്ചതെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ ഞാൻ നോക്കിക്കോളാം. അള്ളാഹു നിന്റെ കൂടെയുണ്ട്. നീ ഒരു മാലാഖയാണ്. നോക്കി, സുബഹി ബാങ്ക് കൊടുത്ത്. സുബഹി ബാങ്ക് കൊടുത്തു. നിസ്കരിക്കണ്ടേ? വരി. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. ചായ കുടിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ വെള്ളം ഈ മുട്ടയും കുടിച്ചോ. മരുന്ന് കുടിക്കണ്ടേ? അത് ഇരിക്കട്ടോ, ഞാൻ തരാം. ബിസ്മില്ലാ. എടുക്കല്ലേ? എനിക്ക് കുറച്ച് ഓതിക്കൊണ്ട് എനിക്കൊന്ന് ഉറങ്ങാനോ, എനിക്കൊരു പൊട്ടുണ്ട്, കുളിരിനുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. ഉറങ്ങിയല്ലോ, അൽഹംദുലില്ലാ. മോളെ, അനക്ക് മടുത്തോ? മടുത്തോന്നോ? ഇല്ല, ഞാൻ സന്തോഷത്തിലാ. എനിക്കിപ്പോൾ നല്ല സുഖല്ലേ. പട്ടിണില്ല, പഴയ പോലെ ചീത്തവിളില്ല, നല്ല സുഖം. നിങ്ങളെ ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ ബാപ്പാൻ്റെ സ്നേഹമായിട്ടാ തോന്നുന്നത്. കുറച്ചു നേരമായില്ലേ നമ്മളിവിടെ ഇരിക്കണേ? എണീക്കല്ലേ? വരി. അല്ലല്ലാ, ഇവിടെ ഒന്ന് പിടിക്ക്. അങ്ങനെ തന്നെ. അവിടെ ഒന്ന് പിടിക്ക്. ഇനി റൂമിൽ പോവല്ലേ? ഇവിടെ വേദന ഉണ്ടോ? എൻ്റെ ബാപ്പയും ഉമ്മയും മരിച്ചതിന് ശേഷം ഞാൻ സ്നേഹം എന്താന്ന് അനുഭവിക്കണേ നിങ്ങളിലൂടെയാ. എൻ്റെ ബാപ്പയും ഉമ്മയും മരിച്ചതിന് ശേഷം സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഈ പാവം മനുഷ്യൻ്റെ അവസാന കാലം സമാധാനമുള്ളതാകണം. ചാരിയിരിക്കല്ലേ? മോളെ, എൻ്റെ ഈ പ്രായം പുതു വസ്ത്രങ്ങൾ സ്വർണ്ണാഭരണമൊക്കെ അണിയാണ്ട് നടക്കേണ്ട പ്രായമല്ലേ? നീ എൻ്റെ കൂടെ നിന്ന് നിൻ്റെ
ആയുസ് കളയാണല്ലോ. ഇനി അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അതിന് തക്കതായ പ്രതിഫലം എനിക്ക് നൽകട്ടെ. എനിക്ക് ഈ സ്വർണത്തെക്കാളും പണത്തെക്കാളൊക്കെ വലുത് നിങ്ങളെ ഈ സ്നേഹമാണ്. എൻ്റെ ബാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ബാപ്പാനെ നോക്കുക, അത്രേ ഉള്ളൂ. എന്നെ ഈ വീട്ടിലേക്ക് തള്ളി വിട്ടവർ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനിതൊക്കെ ഒരു ഇബാദത്തായിട്ട്, അള്ളാഹു തആലക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇബാദത്തായിട്ടേ കരുതിയിട്ടുള്ളൂ. നിങ്ങളുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും കേട്ടോ. മുസ്തഫാജി, അയാളിപ്പോൾ അടുത്ത് മരിക്കും. ആ 10 ഏക്കർ റബ്ബർ തോട്ടം എനിക്ക് വേണം. നിക്ക്, ആ ടൗണിലെ കടമുറികൾ എനിക്ക് വേണം. പണവും സ്വത്തും കൈക്കലാക്കാൻ വേണ്ടി സ്നേഹം നടിച്ചു വരുന്ന ബന്ധുക്കൾ, അല്ലാ.